ബീറ്റ ഫംഗ്ഷൻ എന്താണെന്നും അതിൻ്റെ കൺവേർജൻസിനെ പറ്റിയുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം എന്താണ് ബീറ്റ ഫംഗ്ഷൻ എന്ന് നോക്കാം. നമ്മൾ ഗാമ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തതുപോലെ തന്നെ ഒരു ഇൻ്റഗ്രൽ ഉപയോഗിച്ച് തന്നെയാണ് ഈ ഫംഗ്ഷനും ഡിഫൈൻ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ ഇതൊരു മൾട്ടി വേരിയബിൾ ഫംഗ്ഷനാണ്. അതായത് നമുക്ക് അവിടെ ഗാമ ഓഫ് പി, അവിടെ പാരാമീറ്റർ പി മാത്രമായിരുന്നു, റിയൽ പാരാമീറ്റർ പി മാത്രമായിരുന്നു. അവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിട്ട് പി മാത്രം. ഇവിടെ രണ്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആയിട്ട് രണ്ട് റിയൽ പാരാമീറ്റേഴ്സ് പിയും ക്യൂവും ഉണ്ട്. സോ ഇതൊരു മൾട്ടി വേരിയബിൾ ഫംഗ്ഷനാണ്. ഡിഫൈൻ ചെയ്യുന്നത് ഒരു ഇൻ്റഗ്രലായിട്ട് തന്നെയാണ്. പിന്നെ ഇവിടെയും വേറൊരു വ്യത്യാസമുണ്ട്. അവിടെ ഗാമ ഫംഗ്ഷൻ്റെ കേസിലെ അവിടുത്തെ ഇൻ്റർവെല്ലിലെ അൺബൗണ്ടഡ് ആയിരുന്നു, അതുകൊണ്ട് അതെല്ലായ്പ്പോഴും ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ആയിരുന്നു. ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു ഇൻ്റഗ്രൽ, ഇതിൻ്റെ ഡെഫിനിഷനിലുള്ള ഇൻ്റഗ്രൽ എല്ലായ്പ്പോഴും ഇംപ്രോപ്പർ ആയിരിക്കില്ല, ചില കേസിൽ പ്രോപ്പർ ആയിരിക്കും. അത് നമുക്ക് പിന്നീട് പറയാം. അൺബൗണ്ടഡ് അല്ല, ഇതിൻ്റെ ഇൻ്റർവെൽ 0 to 1 ആണ് അതിൻ്റെ റേഞ്ച്. സോ നമുക്ക് ആദ്യം ബീറ്റ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ബീറ്റ ഫംഗ്ഷൻ നൊട്ടേഷൻ ഇതാണ്: ബീറ്റ ഓഫ് പി ക്യൂ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 x raised to p minus 1 into 1 minus x raised to q minus 1 dx. പിയും ക്യൂവും റിയൽ പാരാമീറ്റേഴ്സ്. ഇതിനെ ഓയിലേഴ്സ് ഇൻ്റഗ്രൽ ഓഫ് ദി ഫസ്റ്റ് കൈൻഡ് എന്നും നമ്മൾ വിളിക്കാറുണ്ട്. നമുക്കിതിൻ്റെ കൺവേർജൻസിനെ പറ്റി നോക്കാം. ഇവിടെ പിയും ക്യൂവും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെന്ന് വിചാരിക്കുക. പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ പി മൈനസ് 1 എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, അതായത് നോൺ നെഗറ്റീവ് ആവും. സോ നമുക്കത് ഡിനോമിനേറ്ററിലേക്ക് പോവില്ല. എക്സ് റേസ് ടു ഒരു നെഗറ്റീവ് നമ്പർ എന്ന് വരുമ്പോഴാണ് അത് താഴേക്ക് പോകുന്നത്. ഇപ്പോൾ പി മൈനസ് 1 എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ അത് ന്യൂമറേറ്ററിൽ തന്നെയാണ് നിൽക്കുക. അതേപോലെ തന്നെയാണ് ഇവിടെയും ക്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ ക്യൂ മൈനസ് 1 എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. സോ നമുക്കവിടെ 0-ലായാലും 1-ലായാലും പ്രശ്നമൊന്നുമില്ല. എപ്പോൾ പിയും ക്യൂവും രണ്ടും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്കിവിടെ അൺബൗണ്ടഡ് എന്നുള്ളൊരു കേസ്, അതായത് ഇൻ്റഗ്രാൻഡ് അൺബൗണ്ടഡ് എന്നുള്ളൊരു കേസ് അവിടെ വരുന്നേ ഇല്ല. പിന്നെ ഓൾറെഡി അവിടുത്തെ ഇൻ്റർവെല്ല് 0 to 1 ആണ്, അതൊരു ബൗണ്ടഡ് ആയിട്ടുള്ളൊരു ഇൻ്റർവെല്ലാണ്. സോ നമുക്ക് അൺബൗണ്ടഡ് എന്നുള്ള കേസ്, ഇൻ്റർവെല്ല് അൺബൗണ്ടഡ് എന്നുള്ള കേസും വരാത്തത് കൊണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ, അതായത് പിയും ക്യൂവും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോൾ ഇതൊരു പ്രോപ്പർ ഇൻ്റഗ്രൽ ആണ്. സോ അതെന്തായാലും കൺവേർജ് ചെയ്യും. ഇതിൻ്റെ ഉള്ളിലുള്ള ഇൻ്റഗ്രാൻഡ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനുമാണ്. സോ നമുക്ക് എന്തായാലും അത് കൺവേർജ് ചെയ്യും. സോ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1-ലും ക്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1-ലും അതെന്തായാലും മസ്റ്റായിട്ടും കൺവേർജ് ചെയ്യും. ഇനി നമുക്ക് പി ലെസ് ദാൻ 1 അതുപോലെ ക്യൂ ലെസ് ദാൻ 1 ആകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അതല്ലാത്ത കേസിലും ഇപ്പോൾ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1-ഉം ക്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1-ഉം രണ്ടും ഒരുമിച്ച് നടക്കുമ്പോൾ എന്തായാലും കൺവേർജ് ചെയ്യും. അതല്ലാണ്ടും കുറച്ച് വാല്യൂസിന് കൺവേർജ് ചെയ്യും. അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു പി എന്നുള്ളത് ലെസ് ദാൻ 1 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് പി മൈനസ് 1 എന്നുള്ളത് നെഗറ്റീവ് വരും. അപ്പോൾ എക്സ് റേസ് ടു, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എക്സ് റേസ് ടു ഒരു നെഗറ്റീവ് നമ്പർ എന്ന് പറഞ്ഞാൽ 1/x റേസ് ടു r ആണ്. സോ നമുക്ക് അറ്റ് എക്സ് ഈക്വൽ ടു 0-ൽ പ്രശ്നം വരും എപ്പോൾ പി എന്നുള്ളത് ലെസ് ദാൻ 1 ആകുമ്പോൾ. ഇതേപോലെ തന്നെ ക്യൂ ലെസ് ദാൻ 1 ആകുമ്പോൾ ക്യൂ മൈനസ് 1 എന്നുള്ളത് നമുക്ക് നെഗറ്റീവ് വരും. അപ്പോൾ നമുക്കത് ഡിനോമിനേറ്ററിലാവും 1/1 - x റേസ് ടു ഒരു പോസിറ്റീവ് നമ്പർ എന്നുള്ളൊരു ഫോർമാറ്റിലായിരിക്കും അത് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എക്സിന് 1 കൊടുക്കുമ്പോൾ നമുക്ക് ഈ അൺബൗണ്ടഡ് എന്നുള്ള കേസ് വരും. ഇൻ്റഗ്രാൻഡ് അൺബൗണ്ടഡ് ആവും. 1 - x എന്നുള്ളത് 0-ലേക്ക് പോകും x 1 ആകുമ്പോൾ. അപ്പോൾ നമുക്ക് ചില കേസുകളിൽ 0-ൽ പ്രശ്നമുണ്ട്, അതായത് അതിൻ്റെ ലോവർ ലിമിറ്റിൽ പ്രശ്നമുണ്ട്. ചില കേസുകളിൽ അപ്പർ ലിമിറ്റിലും പ്രശ്നമുണ്ട്. 0-ലും പ്രശ്നമുണ്ട്, 1-ലും പ്രശ്നമുള്ളത് കൊണ്ട് നമ്മളതിനെ ഇൻ ബിറ്റ്വീൻ എവിടെയെങ്കിലും വെച്ച് സ്പ്ലിറ്റ് ചെയ്യുന്നു. തൽക്കാലം എളുപ്പത്തിന് വേണ്ടി ഇതിൻ്റെ ഇടയിൽ നമുക്ക് എടുക്കാവുന്നത് 1/2, വേറെ ഏത് വേണമെങ്കിലും എടുക്കാം, ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് പോകുന്നു എന്ന് മാത്രം. ഇതിന് നമ്മൾ 0 to 1/2-ലും ബീറ്റ ഓഫ് പി ക്യൂവിനെ 0 to 1-ലുള്ള ഫംഗ്ഷൻ ഇൻ്റഗ്രലിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. 0 to 1/2-ഉം പ്ലസ് 1/2 to 1-ലും. ആദ്യത്തേതിനെ I1 എന്ന് വിളിക്കുന്നു, രണ്ടാമത്തേതിനെ I2 എന്ന് വിളിക്കുന്നു. ഇനി രണ്ടിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള കൺവേർജൻസിനെ പറ്റിയിട്ടാണ് I1-ഉം I2-ഉം എപ്പോഴാണ് കൺവേർജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. രണ്ടും ഒരുമിച്ച് കൺവേർജ് ചെയ്താലാണ്, ഏതെങ്കിലും ഒന്ന് ഡൈവേർജ് ചെയ്താൽ ബീറ്റ ഓഫ് പി ക്യൂവും ഡൈവേർജ് ചെയ്യും. അപ്പോൾ രണ്ട് പേരും എപ്പോഴാണ് കൺവേർജ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. ആദ്യം I1 എപ്പോൾ കൺവേർജ് ചെയ്യാമെന്ന് നോക്കാം. f of x എന്നുള്ളത് നമ്മുടെ ഇൻ്റഗ്രാൻഡ് എടുക്കുന്നു.
ജി ഓഫ് എക്സ് എന്നുള്ളത് I1ൻ്റെ കൺവേർജൻസ് നോക്കുമ്പോൾ ജി ഓഫ് എക്സ് എന്നുള്ളത് 1/x⁻1 - p ടേം ക്യാൻസലായി പോകാനാണ് f(x/g(x) കാണുമ്പോൾ x⁻b-1ൻ്റെ ടേം ക്യാൻസലായി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ എടുത്തത്. നമുക്കിപ്പോൾ നോക്കിയാൽ അറിയാം f(x/g(x) എന്നുള്ളത് ഇതുപോലെ വരും. ഇത് ന്യൂമറേറ്ററിലേക്ക് കയറും. അപ്പോൾ x⁻b-1 × 1 - x⁻q-1 × x⁻1 - p. ഇനി നോക്കാം x⁻b-1 × x⁻1 - p. x⁻m × x⁻n x⁻m+n ആണ്. അപ്പോൾ p-1 + 1 - p. പിയും പിയും ക്യാൻസലാവും, -1ഉം 1ഉം ക്യാൻസലാകും. x⁻0 അത് 1 ആയിട്ട് പോകും. അപ്പോൾ ഈ ടേം അങ്ങനെ പോകും, ക്യാൻസലായി പോകും. അതിന് വേണ്ടിയിട്ടാണ് ഈ ജി ഓഫ് എക്സ് ഇങ്ങനെ എടുത്തത്. അപ്പോൾ നമുക്ക് അവിടെ ബാക്കി ഉണ്ടാവുക 1 - x⁻q-1 ആണ്. സോ 0 to 1 ആണ് നമ്മുടെ ഇൻ്റർവെൽ. അപ്പോൾ 0ൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ലിമിറ്റിനെ പറ്റി നമുക്ക് ബോധേഡ് ആവണ്ട. അതുകൊണ്ടാണ് 0യിലുള്ള റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കാണുന്നത്. ലിമിറ്റ് x → 0 പ്ലസ് f(x/g(x) കമ്പാരിസൺ ടെസ്റ്റ്, ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇത് കാണുമ്പോൾ f(x/g(x) പകരം ഇത് ഉപയോഗിക്കുന്നു 1 - x⁻q-1. ഇതിൽ എക്സിന് 0 കൊടുക്കുക. അപ്പോൾ നമുക്ക് 1 - 0⁻q-1 1⁻q-1 എന്നുള്ളത് 1 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ കമ്പാരിസൺ ടെസ്റ്റിലെ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റിലെ നമുക്ക് അവിടെ പറയുന്നത് ലിമിറ്റ് x → a പ്ലസ് f(x/g(x) ചെയ്യുമ്പോൾ എൽ എന്നുള്ളത് 0യോ അതല്ല ഇൻഫിനിറ്റി, രണ്ടും അല്ലെങ്കിൽ 0യോ അല്ല ഇൻഫിനിറ്റിയോ അല്ല, വേറെ ഏതെങ്കിലും ഒരു റിയൽ നമ്പർ ആണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും, അതായത് ലിമിറ്റ് ഇൻ്റഗ്രൽ a to b f(x)dx-ഉം ഇൻ്റഗ്രൽ a to b g(x)dx-ഉം ഒന്നുകിൽ രണ്ടുപേരും കൺവേർജ് ചെയ്യും, അതല്ലെങ്കിൽ രണ്ടും ഡൈവേർജ് ചെയ്യും. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് 1 ആണ്. അപ്പോൾ 0യോ അല്ല ഇൻഫിനിറ്റിയോ അല്ല. സോ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ച് ഇൻ്റഗ്രൽ 0 to 1/2 f(x)dx അതാണ് നമ്മുടെ I1. അതുപോലെ ഇൻ്റഗ്രൽ 0 to 1/2 g(x)dx-ഉം ഒന്നുകിൽ രണ്ടുപേരും കൺവേർജ് ചെയ്യും, അതല്ലെങ്കിൽ രണ്ടുപേരും ഡൈവേർജ് ചെയ്യും. ഇനി നമുക്ക് g(x) ഇൻ്റഗ്രൽ 0 to 1/2 g(x)dx-ൻ്റെ കൺവേർജൻസ് നോക്കാം. അതിനുവേണ്ടി നമ്മുടെ അവിടെ 6 റിസൾട്ടുകൾ ഇംപ്രോപ്പർ ഇൻ്റഗ്രലിൻ്റെ ഭാഗത്ത് 6 റിസൾട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. അതിലത്തെ 5ാമത്തെ റിസൾട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. തേർഡ് റിസൾട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇൻ്റഗ്രൽ 0 to 1/2 g(x)dx എന്നുള്ളത് ഇൻ്റഗ്രൽ 0 to 1/2 1/x⁻1 - p. അപ്പോൾ നമുക്കറിയാം ഇൻ്റഗ്രൽ 0 to b അല്ലെങ്കിൽ ഇൻ്റഗ്രൽ a to b 1/x⁻m dx എന്നുള്ളത് കൺവേർജ് ചെയ്യുവാനുള്ള കണ്ടീഷൻ നമ്മളവിടെ p വെച്ചിട്ടാണ് പറഞ്ഞതെന്ന് മാത്രം. പിയും ക്യൂവും ഓൾറെഡി ഉപയോഗിച്ചത് കൊണ്ട് നമ്മൾ ഗാമ ഫംഗ്ഷൻ്റെ ഭാഗത്ത് p മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ q വെച്ചിട്ടാണ് ആ റിസൾട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് പിയും ക്യൂവും പാരാമീറ്റർ ആയിട്ട് ഓൾറെഡി ബീറ്റ ഫംഗ്ഷനിലുള്ളത് കൊണ്ട് മറ്റൊരു പാരാമീറ്റർ ആയിട്ട് m എടുത്തു എന്ന് മാത്രം. അവിടെ നമ്മൾ റിസൾട്ട് പറയുന്നത് 1/x⁻p എന്നുള്ള dx റിലേറ്റ് ബി 1/x⁻p dx a>0 കൺവേർജ് ചെയ്യുന്നത് m<1 ആകുമ്പോഴും ഡൈവേർജ് ചെയ്യുന്നത് m>1 അപ്പോൾ അവിടെ p വെച്ചിട്ടാണ് പറഞ്ഞത്. p<1 കൺവേർജ് ചെയ്യും, p>1 അത് ഡൈവേർജ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ 0 to 1/2 g(x)dx എന്നുള്ളത് ഇവിടെ g(x) 1/x⁻1 - p ആണ്. അപ്പോൾ m-ൻ്റെ പ്ലേസിൽ നമുക്കിവിടെ 1 - p ആണ്. സോ m<1 എന്ന് പറഞ്ഞാൽ 1 - p എന്നുള്ളത് <1 ഇത് കൺവേർജ് ചെയ്യും. 1 - p എന്നുള്ളത് >=1 ഇത് ഡൈവേർജ് ചെയ്യും. ഇനി 1 - p എന്നുള്ളത് <1 ആവണമെങ്കിൽ p എന്നുള്ളത് >0 ആവണം. ഇതിൽ നിന്ന് വേണമെങ്കിൽ ഞാൻ സിംപ്ലിഫൈ ചെയ്യാം. നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. 1 - p എന്നുള്ളത് <1, രണ്ട് സൈഡിലും മൈനസ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ -p എന്നുള്ളത്, അതായത് -1 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ടൈം പോവും, ഈ ടൈം പോവും. -p എന്നുള്ളത് <0, റെസിപ്രോക്കൽ എടുക്കുമ്പോൾ p>0 എന്ന് കിട്ടും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് p>0 അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ആലോചിച്ചാൽ മതി. 1 - p എന്നുള്ളത് <1 ആവണമെങ്കിൽ p എന്നുള്ളത് >0 ആവണം. p എന്നുള്ളത് =0 ആണെങ്കിൽ 1 - p എന്നുള്ളത് 1 വരിക. അപ്പോൾ നമുക്ക് ഡൈവേർജൻസിലേക്ക് കിടക്കും. ഇപ്പോൾ p എന്നുള്ളത് നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക. നെഗറ്റീവ് ആണെങ്കിൽ ഇപ്പോൾ ഒരു 1 - -1/2 അപ്പോൾ അത്
1+1/2 എന്ന് വരും, 3/2 എന്ന് വരും, ഗ്രേറ്റർ ദാൻ 1 വരും. അപ്പോൾ ആ കേസിലൊക്കെ എന്തായിരിക്കും, അത് ഡൈവേർജ് ചെയ്യും. സോ ഇതിൽ നിന്നും 1 - p ലെസ് ദാൻ 1 ആവാനുള്ള കണ്ടീഷൻ p ഗ്രേറ്റർ ദാൻ 0, അതുപോലെ 1 - p ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആവാനുള്ള കണ്ടീഷൻ p ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. സോ ഇൻ്റഗ്രൽ 0 to 1/2 g of x dx കൺവേർട്ട് ചെയ്യാനുള്ള കണ്ടീഷൻ p ഗ്രേറ്റർ ദാൻ 0, അതുപോലെ ഡൈവേർജ് ചെയ്യാനുള്ള കണ്ടീഷൻ p ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ p ഗ്രേറ്റർ ദാൻ 0യിൽ ഇത് കൺവേർട്ട് ചെയ്യും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0യിൽ ഇത് ഡൈവേർജ് ചെയ്യും. നമ്മൾ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റിൽ പറഞ്ഞു, ഒന്നുകിൽ രണ്ടുപേരും കൺവേർട്ട് ചെയ്യും അല്ലെങ്കിൽ രണ്ടുപേരും ഡൈവേർജ് ചെയ്യും. അപ്പോൾ p ഗ്രേറ്റർ ദാൻ 0യിൽ ഇത് കൺവേർട്ട് ചെയ്യുന്നത് കൊണ്ട് ഇൻ്റഗ്രൽ 0 to 1/2 f of x dx, അതായത് നമ്മുടെ I1 എപ്പോൾ കൺവേർട്ട് ചെയ്യും, p ഗ്രേറ്റർ ദാൻ 0യിൽ കൺവേർട്ട് ചെയ്യും. അതുപോലെ p ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0യിൽ ഇത് ഡൈവേർജ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ I1ഉം p ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0യിൽ ഡൈവേർജ് ചെയ്യും. അപ്പോൾ I1 കൺവേർട്ട് ചെയ്യാനുള്ള കണ്ടീഷൻ p ഗ്രേറ്റർ ദാൻ 0, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0യിൽ അത് ഡൈവേർജ് ചെയ്യും. ഇനി I2ൻ്റെ കേസിലേക്ക് വരാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു p ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1ഉം q ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ എന്തായാലും ഇത് പ്രോപ്പറാണ്, കൺവേർട്ട് ചെയ്യും. അല്ലാത്ത കേസിൽ എപ്പോഴെങ്കിലും ഇത് കൺവേർട്ട് ചെയ്യുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇനി I2ൻ്റെ കൺവേർജൻസിൽ f of x നമ്മുടെ ഇൻ്റഗ്രാൻഡ് തന്നെ എടുക്കുന്നു. g of x എന്നുള്ളത് 1/1 - x റേസ് ടു 1 - q. നേരത്തെ പോലെ തന്നെ ഈ ടൈം ക്യാൻസൽ ആവാൻ വേണ്ടിയിട്ടാണ് g of x ഇങ്ങനെ എടുത്തത്. f of x by g of x കാണുമ്പോൾ ഇത് ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ x raised to b - 1 into 1 - x raised to q - 1 into 1 - x raised to 1 - q. ആ രണ്ട് ടൈമും ക്യാൻസൽ ആകുമ്പോൾ x raised to b - 1 എന്ന് കിട്ടും. ഇനി 0 to 1 ആണ്. സോ 1ന് ശേഷം നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, 1ന് മുമ്പുള്ള ലിമിറ്റ് നോക്കിയാൽ മതി. അതുകൊണ്ടാണ് ഇവിടെ 1 - ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുത്തിട്ടുള്ളത്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 - f of x by g of x ചെയ്യുമ്പോൾ നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 - x raised to b - 1. എക്സിന് 1 കൊടുക്കുക, അതുപോലെ തന്നെ നോക്കിയാൽ മതി. 1 raised to b - 1 1 എന്ന് കിട്ടും. സോ നേരത്തെ പോലെ തന്നെ 0 അല്ല, ഇൻഫിനിറ്റി അല്ല. സോ രണ്ടുപേരും ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ച് രണ്ടുപേരും ഒന്നുകിൽ കൺവേർജ് ചെയ്യും, അതല്ലെങ്കിൽ രണ്ടുപേരും ഡൈവേർജ് ചെയ്യും. ഇനി g of xൻ്റെ കേസിലേക്ക് വരാം, എപ്പോഴൊക്കെയാണ് അത് കൺവേർജ് ചെയ്യുക. അപ്പം അതിനു വേണ്ടി നേരത്തെ പറഞ്ഞ 6 റിസൾട്ടിലെ 5ാമത്തെ റിസൾട്ടാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഇൻ്റഗ്രൽ a to b 1/b - x. ഇവിടെ 1 - x ആണ് g of x എന്നുള്ളത്. ഇൻ്റഗ്രൽ 1/2 to 1/1 - x. സോ ബിയുടെ പ്ലേസിലാണ് 1 - x. സോ b - x raised to സംതിങ് എന്നുള്ള ഫോർമാറ്റിലാണ് അവിടെ എടുക്കുന്നത്. സോ അവിടെ നമ്മൾ p വെച്ചിട്ടാണ് പറഞ്ഞത്, ഇപ്പോൾ ഇവിടെ m ഉപയോഗിക്കുന്നു എന്ന് മാത്രം. ഇൻ്റഗ്രൽ a to b 1/b - x raised to m എന്നുള്ളത് കൺവേർജ് ചെയ്യുവാനുള്ള കണ്ടീഷൻ m ലെസ് ദാൻ 1, ഡൈവേർജ് ചെയ്യുവാനുള്ള കണ്ടീഷൻ m ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ m ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1ൽ അത് കൺവേർജ് ചെയ്യും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1ൽ അത് ഡൈവേർജ് ചെയ്യും. സോ ഇൻ്റഗ്രൽ 0 to 1/2 g of x dx, അതായത് ഇൻ്റഗ്രൽ 1/2 to 1 1/1 - x raised to 1 - q dx എന്നുള്ളത് എമ്മിൻ്റെ പ്ലേസിൽ ഇവിടെ 1 - q, അത് കൺവേർജ് ചെയ്യാനുള്ള കണ്ടീഷൻ m ലെസ് ദാൻ 1ൽ കൺവേർജ് ചെയ്യും. സോ 1 - q ലെസ് ദാൻ 1ൽ അത് കൺവേർജ് ചെയ്യും. m ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1ൽ അത് ഡൈവേർജ് ചെയ്യും, അതായത് 1 - q ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1ൽ അത് ഡൈവേർജ് ചെയ്യും. ഇനി 1 - q ലെസ് ദാൻ 1 ആവണമെങ്കിൽ നേരത്തെ പോലെ തന്നെ 1 - p ലെസ് ദാൻ 1 ആവണമെങ്കിൽ p ഗ്രേറ്റർ ദാൻ 0 ആവണമെന്ന് പറയുന്ന പോലെ തന്നെ കൺവേർട്ട് ചെയ്യാൻ, അതായത് 1 - q ലെസ് ദാൻ 1 ആവണമെങ്കിൽ q ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അതുപോലെ 1 - q ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആവുമ്പോൾ എപ്പോഴാണ് q ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0യിൽ. സോ q ഗ്രേറ്റർ ദാൻ 0യിൽ ഇൻ്റഗ്രൽ 1/2 to 1 g of x dx കൺവേർട്ട് ചെയ്യും. q ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0യിൽ അത് ഡൈവേർജ് ചെയ്യും. സോ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ച് രണ്ടുപേരും ഒരുമിച്ച് കൺവേർട്ട് ചെയ്യുന്നത്, ഒന്നെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് കൺവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് ഡൈവേർജ് ചെയ്യും. q ഗ്രേറ്റർ ദാൻ 0യിൽ ഇത് കൺവേർട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ I2, അതായത് ഇൻ്റഗ്രൽ 1/2 to 1 f of x dx അത് കൺവേർട്ട് ചെയ്യും എപ്പോൾ q ഗ്രേറ്റർ ദാൻ 0യിൽ. ഇനി q ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0യിൽ ഇത് ഡൈവേർജ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ I2ഉം ഡൈവേർജ് ചെയ്യും. സോ I2 കൺവേർജ് ചെയ്യുവാനുള്ള കണ്ടീഷൻ q ഗ്രേറ്റർ ദാൻ 0, ലെസ് ദാൻ ഓർ ഈക്വൽ ടു q ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0യിൽ അത് ഡൈവേർജ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞു I1 കൺവേർജ് ചെയ്യാനുള്ള കണ്ടീഷൻ p ഗ്രേറ്റർ ദാൻ 0. ഇപ്പോൾ ഇവിടെ I2 കൺവേർജ് ചെയ്യാനുള്ള കണ്ടീഷൻ q ഗ്രേറ്റർ ദാൻ 0. സോ രണ്ടും കൺവേർജ് ചെയ്താലാണ് നമ്മുടെ ബീറ്റ ഫംഗ്ഷൻ കൺവേർജ് ചെയ്യുകയുള്ളൂ. സോ ബീറ്റ ഫംഗ്ഷൻ കൺവേർജ് ചെയ്യാനുള്ള കണ്ടീഷൻ ബോത്ത് p ആൻഡ് q ഗ്രേറ്റർ ദാൻ 0. സോ രണ്ടുപേരും ഗ്രേറ്റർ ദാൻ 0. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ പ്രോപ്പർ ആവും, എന്തായാലും കൺവേർട്ട് ചെയ്യും, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല.
അതിൻ്റെ താഴെ 1 1ൽ താഴെയോ വന്നു കഴിഞ്ഞാൽ 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1ൽ കൺവേർജ് ചെയ്യും. സോ 1ൽ താഴെ വന്നാൽ എപ്പോഴൊക്കെയാണ് അത് കൺവേർജ് ചെയ്യാന്നാണ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് നോക്കേണ്ടത്. അപ്പം അങ്ങനെ വന്നപ്പോൾ പിയും ക്യൂവും ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ രണ്ടുപേരും കൺവേർജ് ചെയ്യും. I1 I2 കൺവേർജ് ചെയ്യുന്നത് കൊണ്ട് ബീറ്റ ഫംഗ്ഷനും കൺവേർജ് ചെയ്യും. സോ ബീറ്റ ഫംഗ്ഷൻ കൺവേർജ് ചെയ്യാനുള്ള കണ്ടീഷൻ ബോത്ത് പി ആൻഡ് ക്യൂ ഗ്രേറ്റർ ദാൻ 0.